കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി വൈകിട്ടറിയാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനം വൈകിട്ട് 4-ന് നടക്കും. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് യോഗം ചേരും. കേരളത്തെ കൂടാതെ തമിഴ്നാട്, ബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്, തിരുവനന്തപുരത്തു നിന്നും ആർ രാജീവ്, സുധീഷ് ഗോപാൽ, അരുൺ ആലത്തൂർ, ജിജീഷ് കരുണാകരൻ എന്നിവരുണ്ട്. ആദ്യമേ ആർ രാജീവിലേക്ക് പോകുന്നു. ആർ രാജീവ്, നമുക്കറിയാം കേരളം കാത്തിരുന്ന ആ ഒരു ദിനം എന്നാണെന്ന് ഇന്നറിയാം. മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നമുക്കറിയാം കേരളത്തിലെ പശ്ചാത്തലമെടുത്താൽ പതിറ്റാണ്ടുകളായി ഇടതു വലതു മുന്നണികൾ ഭരിച്ചു മുടിച്ച കേരളത്തിൽ ഇനി വികസനം വരണം എന്ന ലക്ഷ്യത്തോടെയാണ് BJP മുന്നെടുക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ 3 മുന്നണികളും ശക്തമായി തന്നെ പ്രചാരണമൊക്കെ നടത്തി ഇങ്ങനെ തയ്യാറായിരിക്കുമ്പോഴാണ് ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. നിലവിലെ സാഹചര്യം, നിലവിലെ പശ്ചാത്തലം 3 മുന്നണികളും എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നോക്കിക്കാണുന്നത്? അതോടൊപ്പം തന്നെ എന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് തീയതി എന്നതൊരു പ്രത്യേക കാര്യമാണ്. കാരണം വിഷുവിന് മുൻപായിരിക്കുമോ അതോ അതിനുശേഷമായിരിക്കുമോ എന്നൊക്കെ മലയാളികൾ ഉറ്റുനോക്കുന്നുണ്ട്. വിവരങ്ങൾ രാജീവ്. അമൽ, ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. കാരണം ആ തെരഞ്ഞെടുപ്പ് തീയതി എന്നാണ് എന്ന ഉദ്യോഗത്തോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം തന്നെ. നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലാണ് നിലവിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിനുശേഷം തന്നെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക CPM-ഉം CPI-യും പുറത്തുവിടും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം 5 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 5 മണിക്ക് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങളാണ് 2 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പുറത്തു വരുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ തന്നെ BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ജനവിധി തേടുന്നത് എന്ന കാര്യത്തിൽ അന്തിമമായ പ്രഖ്യാപനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും ഭരണ തുടർച്ച എന്നൊരു ലക്ഷ്യവുമായാണ് CPM വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവരുടെ ഒരു മുദ്രാവാക്യവും അതുതന്നെയാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറും, ഇത്തവണ ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF ഉള്ളത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾ കേരളത്തിൽ വലിയ നേട്ടമായി മാറും എന്നാണ് BJP-യുടെ പ്രതീക്ഷ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ നേട്ടമുണ്ടാക്കാൻ BJP-ക്ക് കഴിഞ്ഞിരുന്നു. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചു എന്ന് മാത്രമല്ല, ഇതിനൊപ്പം തന്നെ വിവിധ നഗരസഭകളിൽ കൂടി ഭരണം പിടിക്കാൻ കഴിഞ്ഞു, വിവിധ പഞ്ചായത്തുകളിൽ ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞു, കൂടുതൽ വാർഡുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഈ രീതിയിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് സംസ്ഥാനത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ആകും എന്ന് തന്നെയാണ് BJP-യുടെ പ്രതീക്ഷ. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് അതുതന്നെയാണ്. വികസന കേരളത്തിനായി ജനം മാറി വോട്ട് ചെയ്യും, BJP-ക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. അതേസമയം തന്നെ LDF-ൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയാണ് CPM ഉൾപ്പെടുന്ന LDF-ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഒന്ന്, ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ ആ നിലപാടിൽ നിന്ന് മാറിക്കൊണ്ട് സർക്കാർ ആചാരം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ കൂടിയും ശബരിമല സ്വർണ്ണ കവർച്ച വലിയ രീതിയിൽ ചർച്ചയായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട CPM-ൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ അകത്തു പോകുന്ന സാഹചര്യമുണ്ടായി, ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ടായി. അതിലൊന്ന് പത്മകുമാറാണ്. CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, MLA, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ജയിലഴിക്കുള്ളിലാകുന്നു. അതുപോലെ തന്നെ എൻ വാസു, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹവും ജയിലഴിക്കുള്ളിലാകുന്ന സാഹചര്യമുണ്ടായി. ശബരിമലയിൽ നിന്നും സ്വർണ്ണം കവർന്നു എന്നതിൻ്റെ പേരിലാണ് ഈ രീതിയിൽ LDF-നെയും CPM-നെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള അറസ്റ്റുകൾ നടന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിരോധം തന്നെ CPM-ഉം അതുപോലെ തന്നെ LDF-ഉം നേരിട്ടിരുന്നു. ഇതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ മുൻ നിലപാടിൽ നിന്നും CPM പിന്നോട്ട് പോകുന്നത്, സർക്കാർ മലക്കം അറിയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇതിനൊപ്പം തന്നെ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ പരാജയമുണ്ടായി. ക്ഷേമ പെൻഷനുകൾ മുടങ്ങില്ല എന്ന് ആവർത്തിച്ച് വാക്ക് നൽകിക്കൊണ്ടായിരുന്നു സർക്കാർ അധികാരത്തിലെത്തി
അധികാരത്തിലെത്തിയെങ്കിൽ രണ്ടാമതും അധികാരത്തിലെത്തിയതിനു ശേഷം തന്നെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. കാരുണ്യ പദ്ധതിക്ക് പണം നൽകാത്തതിനാൽ സ്വകാര്യ ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഒന്നടങ്കം പരാജയത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട ദിവസവും പുറത്തു വരുന്നത് നിരവധി വാർത്തകളാണ്. ആ സംഭവങ്ങളെല്ലാം തന്നെ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ ആഭ്യന്തരം എവിടെ വരെ എത്തി എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്. പട്ടാപ്പകൽ പോലും ഗുണ്ട ആക്രമണങ്ങൾ നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമ്പോൾ പോലീസ് അവിടെ നിഷ്ക്രിയമാകുകയാണ്. നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ആ രീതിയിലുള്ള ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ രീതിയിൽ വലിയ പ്രതിരോധം സർക്കാർ നേരിടുന്നു, CPM നേരിടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു അവസ്ഥയ്ക്കിടെയാണ് എങ്ങനെ ഈ ഭരണം പിടിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്നാൽ തുടക്കത്തിൽ തന്നെ കോൺഗ്രസിലും വലിയ കല്ലുകടികളാണ്. മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ K. സുധാകരൻ തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ വെച്ചെങ്കിലും നേതൃത്വം അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് K. സുധാകരൻ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയതെങ്കിൽ അതേ രീതിയിലുള്ള ഒരു നീക്കം തന്നെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ കോൺഗ്രസിൽ എതിരഭിപ്രായങ്ങളുണ്ട്. മതരാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കാൻ കഴിയില്ല എന്നൊരു വാദം കോൺഗ്രസിൽ തന്നെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ കൂടിയും അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് VD സതീശൻ നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിനൊപ്പമാണ് ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നത്. അതേസമയം തന്നെ BJP ഇപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഭരണം പിടിക്കാനാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ BJP മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും അതിന് കാരണമെന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഭരണം പിടിക്കാൻ കഴിഞ്ഞത് തന്നെയാണ്. കാരണം ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിൽ നിന്നും ഭരണം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസനങ്ങൾ, അത് രാജ്യത്ത് മാത്രമല്ല കേരളത്തിലൊട്ടാകെ നടപ്പാക്കിയ വികസനങ്ങൾ അത് വോട്ടായി മാറും എന്ന ഒരു പ്രതീക്ഷ BJP ക്യാമ്പുകൾക്കുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കും. CPMൻ്റെയും CPIയുടെയും രാഷ്ട്രീയ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനുശേഷം വരും ദിവസങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. നാളെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് യോഗം ചേരും. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അമൽ, യെസ്, അത് തന്നെയാണ് രാജീവ്. നമുക്കറിയാം മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ചോദിക്കുമ്പോഴും കുത്തഴിഞ്ഞു കിടക്കുന്ന ക്രമസമാധാനവും ഇന്നലെ തന്നെ പട്ടാപ്പകൽ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ തകർന്നടിഞ്ഞ ആരോഗ്യ മേഖലയും ഒക്കെ തന്നെ പൊതുജനങ്ങൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കവർച്ചയും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. അതിൽ LDFന് മാത്രമല്ല UDFനും തുല്യ പങ്കുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്, ബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലും തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. വിവരങ്ങളുമായി ഡെസ്കിൽ നിന്നും ഐസൺ ജോസി ചേർന്നുണ്ട്. ഐസൺ, നമുക്കറിയാം ഈ തവണ തമിഴ്നാട് ഒരു പ്രത്യേകതയുണ്ട്. വിജയുടെ പാർട്ടിയായ TVKയും കൂടെ ഒരു നിർണായകമായ ഒരു കക്ഷിയായി മാറും. അതോടൊപ്പം തന്നെ ബംഗാൾ നോക്കുകയാണെങ്കിൽ അവിടെ മമതാ ബാനർജി ഒരു നമുക്കറിയാം ഏറെ വിവാദങ്ങളുണ്ടായ ഒരു പ്രദേശമാണ് ഇത്തവണ ബംഗാൾ. കാരണം ബാബറി മസ്ജിദ് അടക്കമുള്ള വീണ്ടും പണിയുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യം ഒക്കെ കാണുന്നതാണ്. അത്തരത്തിൽ തമിഴ്നാടും ബംഗാളിലെയും അസമിലെയും അതോടൊപ്പം തന്നെ പുതുച്ചേരിയിലെയും സാഹചര്യം ഐസൺ. തീർച്ചയായും അമൽ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ വാർത്തകളിലെല്ലാം തന്നെ വിശദീകരിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയ ആശയം, ഒരു ദേശീയ രാഷ്ട്രീയ ആശയത്തിൻ്റെ ഒരു പോരാട്ടമാണ് നടക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ് തകർന്നടിഞ്ഞ കോൺഗ്രസിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് തകർന്നടിഞ്ഞ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് രാജ്യത്താകമാനം ഒരു സംഘടനാ സംവിധാനമുള്ള അല്ലെങ്കിൽ കാലങ്ങളായ ഒരു സംഘടനാ സംവിധാനം, അത് സ്വാതന്ത്ര്യത്തിന് മുൻപ് പോലും പ്രവർത്തിച്ചിരുന്ന സംഘടനാ സംവിധാനങ്ങളുടെ സ്വഭാവമുള്ള ഒരു സംഘടനാ സംവിധാനം നിലനിർത്തിയിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി. എങ്കിൽ ഇന്ന് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് പറയുന്നത് പോലും വാസ്തവ വിരുദ്ധമായി മാറുന്ന ഒരു സാഹചര്യമാകുന്നു. അതായത് ദുർബലമായി മാറിയിരിക്കുന്നു. പല അർത്ഥത്തിലും അതിൻ്റെ ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നു. അത്തരത്തിൽ വലിയ ദാർശനികമായ വിഷയങ്ങൾ പോലും നേരിടുന്ന ഒരു പാർട്ടിയായി മാറിയ ഒരു സംവിധാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുള്ള 5 തെരഞ്ഞെടുപ്പുകളാണ് വരാനിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കറിയാവുന്നതാണ് കേരളത്തിലെ സാഹചര്യം. തീർച്ചയായും കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം UDFനെ നയിക്കുന്ന പാർട്ടി എന്ന
എന്ന നിലയിൽ ഏറെ ദുർബലമായൊരു സാഹചര്യം ഇവിടെയുണ്ട്. പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. എങ്കിലും ചില പ്രതീക്ഷകൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഉണ്ടാക്കാം, ഭരണം നേടാമെന്ന ഒരു പ്രതീക്ഷ നമുക്കിവിടെ കേരളത്തിൽ ഏത് രീതിയിലാണോ UDF കണക്ക് കൂട്ടുന്നത്, സമാന രീതിയിലുള്ള കണക്കുകൂട്ടലുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലും, അത് തമിഴ്നാട്ടിലായാലും, തമിഴ്നാട്ടിൽ അത്ര തീർത്തും ദുർബലമായൊരവസ്ഥയാണ്, പശ്ചിമ ബംഗാളിലും ദുർബലമായൊരവസ്ഥയാണ്, ആസാമിലാണെങ്കിലും അത്തരത്തിലുള്ള രാജ്യം, പോണ്ടിച്ചേരിയിലും പുതുച്ചേരിയിലാണെങ്കിലും മാത്രമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന രണ്ട് ഇടങ്ങൾ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ആസാമിൽ സമാനമായ വിഷയമുണ്ട്. ആസാമിൽ നേരത്തെ ഭരിച്ചിരുന്ന സംവിധാനം, അതായത് കോൺഗ്രസിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് അവിടെ നീക്കങ്ങൾ നടത്തുന്നത്, രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. ആസാമിലെ വിഷയം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആസാമിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേരിടുന്ന ഒരു അപ്പീസ്മെൻറ്റ് പോളിസി അല്ലെങ്കിൽ ഒരു പ്രീണന നയം, കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രീണന നയത്തിലൂടെ അവിടെ അധികാരത്തിലെത്തുക എന്നൊരു പോളിസിയാണ് കോൺഗ്രസ് ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർത്തും വികസനവും ദേശീയതയുമാണ് ഭരണത്തിൽ പോലും നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, പാർട്ടിയായ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, വികസനം എന്ന് പറയുമ്പോൾ ആസാമിൽ കേട്ട വികസനങ്ങൾ തന്നെ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ ഫാക്ടറി വരാനിരിക്കുന്നത് ഉൾപ്പെടെയുള്ള വൻതോതിലുള്ള വികസനം, പ്രത്യേകിച്ച് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ കാര്യമായി വികസിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വികസന നയം നടപ്പാക്കപ്പെട്ട ഒരു സംസ്ഥാനം എന്ന നിലയിലും, അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളും, അതായത് പല നിർണായകമായ നിലപാടുകളും ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെയുള്ള ഒരു പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം അസമിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണികൾ നേരിടുന്ന പ്രശ്നങ്ങളുമുണ്ട്. അസം ഗണപരിഷത്തുമായി ചേർന്ന് കൃത്യമായ പ്രവർത്തനം നടത്തുന്ന ചില നയപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നീക്കങ്ങളും വളരെ കൃത്യമായ നീക്കങ്ങൾ അവിടെ നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം അവസരത്തിനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത്. സ്റ്റാലിൻ ശ്രമിക്കുമ്പോൾ നേരത്തെ അമൽ പറഞ്ഞ അതേ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണ് ഗൗരവം അർഹിക്കുന്നത്. TVK എന്ന് പറയുന്ന വിജയുടെ പാർട്ടി, അതുപോലെ തന്നെ മറ്റു പല ഘടകങ്ങൾ, അതായത് ഇസ്ലാമിക പ്രീണന നയങ്ങൾ നടത്തുന്ന ഒരു രീതി, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം സനാതനധർമ്മം ഒരു വൈറസാണ് എന്ന രീതിയിലൊക്കെ പരാമർശിച്ച രാഷ്ട്രീയ നേതാക്കളുള്ളൊരിടത്ത് ഒരു ദേശീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയും അത്തരത്തിലുള്ള വസ്തുതാപരമായ നീക്കങ്ങളിലൂടെ നിയമ നടപടികൾ പോലും അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്ത ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും വികസന പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിശാലമായ വികസന നടപടികൾ അവിടെ ഉണ്ടായിട്ടുമുണ്ട്. ഇത്തരത്തിൽ വികസനവും അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പശ്ചാത്തലവും അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ ആദർശ വിഷയങ്ങളും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായും അതേ രീതിയിൽ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ കുറേ കൂടി ഭീകരമാണ് വിഷയങ്ങൾ. പശ്ചിമ ബംഗാളിലെ വിഷയങ്ങൾ നമ്മൾ സന്ദേശകാലിയൊക്കെ വാർത്തകൾ തുടർച്ചയായി നിലനിന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ അനുയായികളായി പ്രവർത്തിക്കുന്ന ഈ ജമായത്ത് പോലുള്ള സംവിധാനങ്ങളെല്ലാം ചേർന്ന് ഭരണത്തെ സ്വാധീനിക്കുന്ന നീക്കങ്ങൾ പോലും നടത്തിയ, ഏറ്റവും ഭാരതം മുഴുവൻ വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയ പശ്ചാത്തലങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ രാഷ്ട്രീയമായി പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 4ാം തവണയും അധികാരത്തിലെത്താനുള്ള മമതയുടെ ശ്രമത്തിൽ കൃത്യമായും ഇത്തരം പ്രശ്നങ്ങൾ പ്രതികൂലമായി ഭവിക്കുമെന്ന് തന്നെയാണ്. സമാന രീതിയിലുള്ള വിഷയങ്ങൾ പുതുച്ചേരിയിലും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ വിഷയങ്ങൾ സ്വാഭാവികമായും നമുക്ക് നേരത്തെ രാജീവ് പരാമർശിച്ചതുപോലെ ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും കേരളത്തിലും വികസന പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ആദർശപരമായ നിലപാടുകളും രാഷ്ട്രീയ ആദർശങ്ങളും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും വികസന രാഷ്ട്രീയവും ചേരുന്ന ഒരു സംഘർഷം, രാഷ്ട്രീയ സംഘർഷമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ 5 സംസ്ഥാനങ്ങളിലും നടക്കാനിരിക്കുന്നത് എന്നതാണ് ഈ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം. അമൽ, അത് തന്നെയാണ്. കേരളത്തെ കൂടാതെ തമിഴ്നാട്, ബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. വിശദമായ വിശകലനമാണ് ഐസൺ ജോസ് നടത്തിയത്.